വസന്തേ വാൻ വാ. ഇല്ല ഓനോടെത്തിക്ക. എന്താ ഞാനടുത്ത് ഇന്ത്യാത്ത ചെക്കൻ എന്തിനാ ഇന്ത്യാത്ത ചെക്കനെ കാർ കാറ്റി കൊണ്ടുവന്ന്? എന്തെന്ന് ഞാൻ എടുത്തിയ ഇന്ത്യാത്ത ചെക്കൻ ഇന്നലെ ഓൻ്റെ ഓടിയാ പോയെ, ഇതുവരെ പുറക്കെത്തിയിട്ടില്ല. ഇന്ത്യ ചെക്കനോ നയിച്ച് ഇന്ത്യാത്ത ചെക്കനെ നശിപ്പിക്കണ. ജാനടുത്ത് നിങ്ങൾ മാണ്ടാത്ത വർത്താനം പറ റെട്ടിക്കരാ. ഞാട്ടോ എന്റെ ചെക്കൻ എടുത്തു. ഇന്നലെ റിനിലിന്റെ അടുത്ത് പോകാൻ ഇതുവരെ പുറക്കെത്തിക്കില്ല. എനക്കറിഞ്ഞൂടെ രമേശ, നിങ്ങൾ റിനിലൊന്ന് വിളിക്കുന്നു. എന്റെ ചെക്കന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ രാവിലെ വിളിക്കുന്നു, ഞാൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഒന്നുകൂടിയും വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. രായേട്ടാ എന്റെ ചെക്കൻ എന്താ പറ്റിയിട്ട് നിങ്ങളെ ചെക്കനെ തീർത്ത് കളിയൂ. പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങൾ ഓനൊന്ന് വിളിച്ചു നോക്ക്. എത്ര നേരമായി വിളിക്കുന്നത്, ഫോൺ എടുക്കണ്ടേ? നമ്മളെവിടെയുള്ളേ? അപ്പൊ ഒന്നും ഓർമ്മയില്ലല്ലേ? എന്ത് സാധനം നിങ്ങൾ ഇന്നലെ തന്നേ? കളിയങ്ങ് പോയിക്ക് മോനെ, ബാംഗ്ലൂർ സ്പെഷ്യലാ. പേടിയല്ലേ? കുറുക്കൻകാട്. കുറുക്കൻകാട് നമ്മൾ ഇന്നലെ കിടന്നേ? അല്ല, താജ് ഹോട്ടലിൽ. നീ ഇന്നലെ നടന്നു വന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഇന്നലെ പൊരുക്കോയിക്കില്ല. ആ, ഞാൻ രമേശന്റെ മോനെയും കൂട്ടി ഇന്നലെ എടുത്തേക്കാ പോയേ. ഞാനൊന്നും അറിയില്ല. ഓൻ ഇന്നലെ എന്നോട് സിനിമക്ക് വന്നിരിക്കുന്നു. സിനിമ പോയിക്കല്ലോ. മോന്റെ അച്ഛനും പഠിച്ച് ജാനും വന്നിട്ട് രാവിലെ ഇവിടെ പ്രശ്നം. ഇനി പേടിയല്ലേ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നോ, ഞാൻ വരും. ഹലോ 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 ഡാ, നീ പൊറക്കോ നോക്ക്. ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പൊറക്കോ നിൽക്കുക എൻ്റെ. പിന്നില്ലേ, എൻ്റെ കൂടെ വന്നതൊന്നും പറയണ്ട. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞ ഒപ്പിക്ക് ചെല്ലിഞ്ഞി. എനിക്ക് നാടി ഉറപ്പാ. എടാ, നീ പോവാൻ നോക്ക്. നീ നോക്കട്ടെ ചെക്കൻ ഐഡിയ പോകുന്നില്ല. പോയി നോക്കുന്നേ ശരിയല്ലേ? പറഞ്ഞു ഞാൻ നോക്കണ്ടേ? എവിടെയാണ് നീ കടന്നു പോയാ? സ്കൂളിൽ പുറത്തേക്ക് വസ്തു അടുത്ത് വയ്ക്കണം. അന്നേരം പറയാം. അറിയില്ലേ? ബദലോർക്ക് അറിയില്ല. തുറക്കോന്നാ പറഞ്ഞു. പരിപാടി എന്താ? ഞാൻ ബാംഗ്ലൂരേക്ക് തിരിച്ചു പോകുന്നില്ല. ഞാൻ വർക്ക് ഫ്രം ഹോം ആണെന്ന് അച്ഛനോട് പറഞ്ഞതല്ലേ. എന്ത് വർക്ക് അറ്റ് ഫോം? എൻ്റെ പണി പോയല്ല ഞങ്ങൾക്കറിയാം. പണിയെടുക്കാൻ നോക്ക്. രാജനില്ലേ? ആ രാജേട്ടാ, വാ നമുക്ക് കാര്യിരിക്കാം. എന്തല്ല മെമ്പറേ? രാജ, ഞാൾ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെ നാട്ടിൽ MDMA ഉപയോഗം ഒരുപാട് കൂടിയിരിക്കുന്ന, അതിനെതിരായിട്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഞാൾ വിളിപ്പിച്ചിരുന്നു. നമ്മളെ വാർഡിൽ MDMA ഉപയോഗിക്കുന്ന ലീസ്റ്റ് ഞങ്ങൾക്ക് അവർ കാണിച്ചിരുന്നത്. അതിൽ ഇവിടുത്തെ റിനിലും ഉണ്ട്. ഓൻ്റെ പുറകെ പോലീസുണ്ട്. തെളിവോടെ പൊക്കുവാനാ പരിപാടി. ബാംഗ്ലൂരിൽ നിന്ന് 2 മാസമായിട്ട് MDMA എത്തിക്കുന്നത് റിനിലാന്ന പോലീസ് സ്റ്റേഷൻ നമ്മളോട് പറഞ്ഞത്.
ഇവിടെ നിങ്ങൾ അറിയിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോൾ എന്തെന്നാ സംഭവിക്കുക എന്ന് വെച്ചാൽ അത് നിങ്ങൾ കൈകാര്യം ചെയ്തോളാം. എന്നാൽ പിന്നെ നമ്മൾ ഇറങ്ങാം. ഇവൻ 6 മാസം ബാംഗ്ലൂർ ജയിലിൽ കിടന്നതല്ലേ? അതൊന്നും ഇവരറിയൂലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ലേട്ടാ, നിങ്ങൾ എനിക്ക് ദൈവത്തിനെ പോലെയാണ്. മോനെ പൈസ ഇല്ലാണ്ടെങ്കിൽ സാധനം തരാൻ പറ്റും. നിങ്ങളെ പൈസ ഞാൻ നാളെ ഉറപ്പായിട്ടും തരും. ഇനി ആദ്യം പൈസ കൊണ്ടാ മോനെ. ബാംഗ്ലൂരിൽ നിന്ന് ചില്ലറ പാടൊന്നുമില്ല, ഇവിടെ എത്തിക്കുവേ. ഒറ്റ ഡോസ് അങ്ങ് തരുമോ പ്ലീസ്? ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി പോവാൻ നോക്ക്. എടാ ഇതെല്ലാം വാങ്ങും, ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ക്യൂ ആ. നീ പോട്. നാട്ടുകാരെല്ലാം പൊരയിൽ വരുത്തു തുടങ്ങി വാസന്റെ. നമുക്ക് എൻ്റെ കല്യാണം അങ്ങ് നടത്തിയാലാ? ജോലി വേണ്ടേ കല്യാണം കഴിക്കുക? ഓനെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ട്. നിങ്ങളെന്നാ പറയുന്നത്? ഓന് വർക്കറ്റ് ഹോമല്ലേ? എന്ത് വർക്കറ്റ് ഹോം? ഓനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതാ. എന്തിന്? ഇനി നാടാ തപ്പുന്ന്. ബുക്ക് തപ്പുന്നേ. നോക്ക്, ചെക്കൻ്റെ പോക്കത്തിന് ശരിയില്ല. എന്താ അമ്മേ? ഞാൻ നോക്കും മളുമാരി തപ്പുന്ന. എൻ്റെ പെൻഷൻ പൈസ 1000 ഉറുപ്പിയോട്ട് കാണുന്നുമില്ല. അമ്മേ, ഞാൻ കിടക്കേൻ്റെ ഉള്ളിൽ വെച്ച് 2000 റുപ്യയും കാണുന്നില്ല. ഇവനെന്തിന് എത്തിരിക്കാരും പൈസ? എന്തിനാ സിറിഞ്ച് എന്നോടാ ചോദിച്ചേ? അച്ഛൻ തന്നെ എൻ്റെ റൂമുകാരെ എന്റെ തോന്നിയ ദിവസം ഒന്നും ഇവിടെ നടക്കില്ല. ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വിതരണം ചെയ്യുന്ന ഇങ്ങനെ നാട്ടുകാർ പറയുന്നുണ്ട്. അച്ഛനെ നോക്കൂല, തീർച്ചയായും കേട്ടാ. ഞാനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആവശ്യമുള്ള കാര്യത്തിൽ ഇടട്ടായി തീർച്ചയായും ഞാൻ. എന്തെന്നാ? ഓന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് ഞാൻ ബാംഗ്ലൂർ അടുത്ത ആഴ്ച ഉണ്ടാവും. ഇല്ല ഈ ആഴ്ച എന്തായാലും ഉണ്ടാവില്ല. ഇല്ലേട്ടാ, പൈസ റെഡിയാ. അന്ന് ഞാൻ വിളിക്കാം. എവിടെ വളയാ? എത്ര പവനുണ്ട്? 1.5 പവൻ ഉണ്ടാവും. നീ തൂക്കി നോക്കിനാ? ഇല്ല, അമ്മ പറയുന്ന കേട്ടെ. ഇത്ര സീനാവുക. പിന്നെ ഞാൻ കണ്ടിക്കൂല, ഈ വളയും എനിക്ക് തന്നിക്കൂല. സ്പെഷ്യൽ മിക്സപ്പ് ഒക്കെ കേട്ടോ. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഇത്. എടാ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം കേട്ടാ. പിന്നില്ലേ, ഇതൊരു 1.5 ലക്ഷത്തിൻ്റെ മുതലുണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഇനി പൈസ തന്നായി. ഇനി എപ്പം വേണേ വന്നു ഞാൻ എനിക്ക് തരും. ഓക്കെ എന്നാൽ ശിവ, എന്റെ പഠിച്ചോനെ, ഞാൻ എടീനുള്ളിൽ വെച്ചത്. എന്നാണ് നീ തപ്പുന്ന? എന്റെ വള കാണുന്നില്ലാന്ന്. ഞാൻ കുളിക്കാൻ പോകുമ്പോ കിടക്കേന്റെ ഉള്ളിൽ കഴിച്ചു വെച്ചതേനു. കിടക്കേനുള്ളിൽ കഴിച്ചു ഇവിടെയാ തപ്പുന്ന? കിടക്കേന്റെ ഉള്ളിൽ കാണുന്നില്ലാന്ന്. ഇനിയിപ്പൊ ഞാൻ ഇവിടെയായിട്ടാളി വെച്ചേ.
ഇഞ്ച ചെക്കൻ തന്നെയായിരിക്കും എടുത്ത്. അമ്മ എന്തെന്ന് അമ്മ പറയുന്നേ? ആടാ എന്റെ പെൻഷൻ പൈസ വെച്ചെടുത്തിലൊന്നും കാണുന്നില്ല. ആന്ന് ഓന് ഇവിടുന്ന് പൈസ എടുത്തോണ്ട് നോക്കണ്ട്. ഓണത്തിന് ഇങ്ങനെ പൈസ? എൻ്റെ അതെന്റെ മോൻ്റെ കൂടെ കൂടിയവരെ അവൻ്റെ സ്വഭാവം മാറിപ്പോയി. ഓൻ ആത്തുകാർ എപ്പം വാതിലടച്ച് കുത്തിരിക്കല. നിങ്ങൾ ആ റിനിലെ കണ്ടോന്ന് പറ, നമ്മളെ ചെക്കന ഓൻ്റെ കൂടി കൂട്ടരുന്ന്. ഞാൻ ഇന്നലെ ഓനെ നോക്കി ഓൻ്റെ പുറക്ക് പോയതാ. ഓനാണ് കണ്ടിക്കില്ല. എന്നതിന് ശേഷം ഓൻ്റെ അച്ഛനെ കണ്ടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എനക്ക് പേടിയാന്ന്. 2 പവന്റെ വളയാ എൻ്റെ മുന്നിലായിട്ട് ഓന് കിട്ടിയിട്ട് 2 പൊട്ടിച്ചിട്ട് ഞാൻ ഭർത്താനം പറഞ്ഞു. എൻ്റെ അതെന്റെ ചെക്കൻ്റെ കാല് അടിച്ച് ആട്ടിക്കളാണ്. നീ ഇവിടെ തന്നെ മൊത്തം നല്ലോണം നോക്ക്. ഞാൻ ഓനടിയാളോ നോക്കട്ടെ ഒന്ന്. എന്തെന്നാണ് ഇനി രാവിലെ തൊട്ടേ തരിച്ചിരിക്കുന്നേ? അമ്മ ഞാൻ ഇതുവരെ ആയിക്കില്ല. അതിനെന്ത് എനിക്ക് ലേറ്റ് ആയിട്ടില്ല എപ്പോ അവര്? അല്ല അമ്മ, എനിക്ക് എന്തൊക്കെ ഒരു അസ്വസ്ഥത പോലെ. എന്നാ പിന്നെ ഞാൻ റെഡിയാവ്. ഞാൻ അച്ഛനെ വിളിക്കട്ടെ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോലെ. ആ ചെക്കൻ അടിയുള്ളേ? ഞാൻ പറഞ്ഞിക്കില്ലേ, വന്നേരം ആത്ത് കയറി വാതിലടച്ച് കുത്തിരിക്കുന്ന. മുട്ടിയിട്ടും വിളിച്ചിട്ട് ഒന്നും കേൾക്കുന്നില്ല. ഞാൻ നാളെ ബാതിലടിച്ചിട്ട് ഉള്ളു ഒറ്റക്ക് പരിപാടി. നീ എത്ര നേരം വിളിക്കുന്നത്? നീ അമ്മേനെ വളം എടുത്തുക്കാ. ഞാൻ എടുത്തില്ല. ഇതാണ് ഞാൻ നാല് പോയെന്നേ നിങ്ങളുടെ കഴിയുമല്ലേ? മുഖത്തല്ലെന്നാ കൈവിട്. എന്നോട് കൈവിടണ. വസന്തേച്ചി, ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ പാനിക് ആവരുത്. എന്താ മോളെ? അമ്മ ഒരു 2.5 മാസം ഗർഭിണിയാ. നീ എന്താ നമ്മളെ പറയുന്നേ? ഓളെടുത്തു കാണിച്ചു കൊടുക്കാൻ ഞാൻ നോക്ക്. വെച്ച് വെറുതെ ആൾക്കാരെ കൂടെ അറിയിക്കല്ലേ, നിങ്ങൾക്ക് ഇനി നാണക്കേട്. നീ എന്തെന്നാ പറയുന്നത്? സ്കൂളിൽ പഠിക്കുന്ന പെണ്ണല്ലേ? അവളെ മിസ്യൂസ് ചെയ്ത ആളെ പേര് ചോദിച്ചപ്പോ പേടിച്ചിട്ട് അവൾ ആദ്യം ഒന്നും മിണ്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാ അവള് പേര് പറഞ്ഞത്. അമ്മയുടെ പോയി. അമ്മ അച്ഛനും കല്യാണത്തിന് പോയി. ഏടനടേ 2 ദിവസം. മോള് എന്താ ഏട്ടാ? ഞാൻ ഇങ്ങോട്ട് വാ. എന്നാ ഏട്ടാ? എന്നാ ഏട്ടാ? എന്തെന്നാ ഏട്ടാ? എനിക്ക് പോവാൻ നോക്ക്. നീ മോളെ ഏട്ടനെ പറ്റിപ്പോയതാ, മറന്നേക്ക്. സ്കാനിങ് റിപ്പോർട്ട് വരട്ടെ, ബാക്കി കാര്യം നമുക്ക് അപ്പം സംസാരിക്കാം. എന്നാ നിങ്ങൾ പുറത്തിരുന്നോ. എന്നാടാ? ഇല്ലാട്ടാ, ഞാൻ എൻ്റെ അച്ഛനെ അടിച്ച്. നീ എത്ര ഡോസ് അടിച്ചിക്ക്? 1 അടിച്ചിട്ട് എനിക്കൊന്നും ആയിക്കില്ല. അതാ ഞാൻ 2 അടിച്ച. എടാ പൊട്ട, അത് മെല്ലിയ കാരു. ഞാൻ പോന്നാ, എനിക്ക് വേറെ പരിപാടിയുണ്ട്. ഇല്ലട്ടാ, ഞാനെന്നാ ചെയ്യാ? നീ എന്നോട് വെച്ചു നിന്റെ അച്ഛനെ തച്ചേ എന്തെങ്കിലും ആയിക്കോ.
ഡോക്ടർ വിളിക്കുന്നുണ്ട്. സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പ്രശ്നമാണ്. പ്രശ്നമെന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഫോഴ്സ്ഫുള്ളി അബോർഷന് ട്രൈ ചെയ്താൽ അമ്മു ഇനി ഗർഭിണിയാവാൻ സാധ്യത കുറവാ. ഇപ്പൊ എന്താ ഡോക്ടറെ ചെയ്യുക? സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞിനെ പ്രസവിക്കുവാനാ? പറ ഡോക്ടറെ, ആങ്ങളെന്റെ കുഞ്ഞിനെ പ്രസവിക്കണ്ടേ? എൻ്റെ 5 വർഷത്തെ സർവീസിനിടയിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ആദ്യമായിട്ടാ. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല വസന്തേച്ചി. ഇതെന്നാ രമേശാ പറ്റിയേ? എൻ്റെ ചെക്കനെ അടിച്ചതാ. എൻ്റെ ചെക്കന് ഡ്രഗ്സ് കൊടുത്ത ഇഞ്ച മോനാ രാജ. ഇത് ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. നോക്കുന്നത് നിങ്ങൾ അധികം സംസാരിക്കല്ല. ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ മോനി നാട് നശിപ്പിക്കൂ. മോനെ വാ ഭക്ഷണം കഴിക്കാലോ. എനിക്ക് വേണ്ട. നിന്റെ പിറന്നാളല്ല അമ്മനെ, വാ കഴിച്ചിട്ട് പോലെ. മോനെ നിന്റെ പിറന്നാളല്ല, ഞാൻ വരുത്തിട്ട് എനിക്ക് നാളെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ മണിഞ്ഞ് ജനിച്ച്. അച്ഛൻ്റെ ഒരു ആഗ്രഹം കഴിഞ്ഞ് ഡോക്ടറാക്കണം. കറിക്കെന്താ വല്ലാത്തൊരു ചോയാ? അത് ഉണക്കമ്മീനാ മോനെ. എനിക്ക് MBA ആയിരുന്നല്ലോ താല്പര്യം. അതുകൊണ്ടല്ലേ എന്നെ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിച്ചത്. ജനിയത്തി ഡോക്ടറാവാൻ പോവല്ലേ. ആടാ, അമ്മൂൻ്റെ എൻട്രൻസ് റിസൾട്ട് വന്ന് കോഴിക്കോട് ജില്ലയിൽ ടോപ്പർ അവള്. സർക്കാർ ചെലവിൽ പഠിച്ചിട്ട് ഡോക്ടറാവാം. ഡോക്ടർ മാത്രമല്ല, ഇപ്പോൾ ഒരു അമ്മയും കൂടി ആവാൻ പോവാ. ഇനി ആരാവാൻ പോകുന്നറിയാം? ഓ മാമനാവേ. അപ്പ കുഞ്ഞിന്റെ അച്ഛനാരാടി? കുഞ്ഞിനച്ച് ചോറിൽ വിഷം കഴിച്ച് മരിച്ചു പോയി. എങ്ങനെയാടാ എനിക്ക് സ്വന്തം പെങ്ങളാ? എന്റെ മോക്കൊരു ജീവിതമുണ്ടോ? എങ്ങനെയാടാ എനിക്കിത് തോന്നി? എന്റെ കുഞ്ഞു പെങ്ങളല്ലടാ. Ha